പോലീസ് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അവിടെ എടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു. അങ്ങനെ ഒന്നല്ലെങ്കിൽ അത് മായ്ക്കാം. കലാപശ്രമത്തിനടക്കം എന്ത് കലാപമാണ്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചാൽ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുമെങ്കിൽ ആ വ്രണപ്പെടുന്ന വികാരം രാജ്യത്തിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്പറേഷൻ സിന്ദൂർ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണോ? ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെതാണോ? ഓപ്പറേഷൻ സിന്ദൂർ ഭാരതീയത്തിൻ്റെയാണ്, അഭിമാനം ഉയർത്തുന്നത്. അതെ, ഭാരതീയൻ പല മതസ്ഥർ ഒരുമിച്ച് ചേർന്നാണ് ഇന്ത്യൻ സേന ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇന്ത്യൻ സേനയാണ്. സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നടക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യയിലേക്ക് കടന്നു വന്ന് മതം പറഞ്ഞ് ആളുകളെ കൊന്ന് അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ച് ഭീകരവാദികൾക്കെതിരെ ഈ രാജ്യം ഒന്നടങ്കം പ്രതിഷേധിക്കണം, അവർക്കെതിരെ മറുപടി കൊടുക്കണം എന്ന് ഉയർന്നു വന്ന വികാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. അതിൽ നമുക്ക് ഒരു മതത്തെയും നമുക്ക് കാണാൻ പറ്റില്ല. മുസ്ലിമായിട്ടുള്ളവർ, ക്രിസ്ത്യാനിയായിട്ടുള്ളവർ, ഹിന്ദു ആയിട്ടുള്ളവർ, മതമില്ലാത്തവർ, ജൈനർ, ബുദ്ധർ, ഭാഷ വ്യത്യാസം തന്നെ, വേഷം, ഭൂഷം, ദേശം ഒക്കെ വ്യത്യാസമായിട്ട് ഈ ഭാരതത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായ ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഭരണകൂടം, സൈന്യമൊക്കെ ആത്മവിശ്വാസത്തോട് കാണിച്ചത്. അത് ഇടുമ്പോൾ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുന്നുവെങ്കിൽ അവരുടെ വികാരം പാകിസ്ഥാനോടൊപ്പവും ഭീകരവാദികൾക്കൊപ്പമാണ്. അങ്ങനെ വ്രണപ്പെടുന്നവൻ്റെ വികാരം വ്രണപ്പെടണം, അങ്ങനെ വികാരം പ്രകടിപ്പിക്കുന്നവനെതിരെ കേസെടുക്കണം. അതാണ് ഒരു ഭരണകൂടം കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവരുടെ വികാരം വ്രണപ്പെടുന്നു പറഞ്ഞാൽ കലാപാഹ്വാനത്തിന് കേസെടുത്തില്ല. എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ കലാപം ഉണ്ടാകുന്നത്? അതാരാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ സർക്കാർ സമ്മതിക്കുകയാണ്, ഈ നാട്ടിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനെതിരായിട്ട് ഒരു ചെറിയ വിഭാഗമുണ്ട്, അവരുടെ വ്രണപ്പെടും, അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്.